ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വോട്ടിംഗിൽ വൻ അട്ടിമറികളാണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വോട്ടിംഗിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, ആരൊക്കെയാണ് ലാസ്റ്റ് നിൽക്കുന്നത് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൊടുത്ത് വെച്ചേക്കാം. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസാണ്. ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ട് 3725 വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഇപ്പൊ ഷാനവാസ് നടത്തുന്നുണ്ട്. നല്ല രീതിയിലുള്ള വോട്ട് ഇപ്പൊ ഷാനവാസിന് കിട്ടുന്നുണ്ട്. ഷാനവാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഗെയിമും കാര്യങ്ങൾ കളിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഷാനവാസിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും വോട്ട് കൊടുത്തിട്ടുള്ളത്. പോരാത്തന്നെ ഈ ഒരു വീക്കിലെ ക്യാപ്റ്റൻ കൂടിയാണ് ഷാനവാസ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും വോട്ട് കിട്ടിയിട്ടുള്ളത്. അടുത്തത് വോട്ടിംഗിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ്. അനുമോൾ കിട്ടിയിരിക്കുന്ന വോട്ട് 2727 വോട്ടാണ് അനുമോൾ കിട്ടിയിരിക്കുന്നത്. അനുമോളാണ് നിലവിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ നോമിനേഷനിൽ അനുമോൾ 1ാം സ്ഥാനത്തായിരുന്നു ഈ തുടക്കത്തിൽ. പക്ഷേ ഇപ്പൊ ഷാനവാസ് ഈ ഒരു നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ അനുമോളെ പിന്തള്ളി ഷാനവാസാണ് ഇപ്പൊ നിലവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. കാരണം ഇവർ തമ്മിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് ഒക്കെ ഏകദേശം 1000ന്റെയും അത്രയൊക്കെ അടുത്താണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. അടുത്തത് വോട്ടിംഗിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിസൈലാണ്. ജിസൈലിന് കിട്ടിയിരിക്കുന്ന വോട്ട് 2189 വോട്ടാണ് ജിസൈലിന് കിട്ടിയിരിക്കുന്നത്. ജിസൈലാണ് നിലവിൽ വോട്ടിംഗിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ജിസൈൽ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ വോട്ടിംഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുമോളുമായിട്ട് വോട്ടിംഗിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രം തന്നെയാണ് ജിസൈലിനുള്ളത്. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിലും അനുമോളെയും പിന്തള്ളി ജിസൈൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വോട്ടിംഗിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദില നൂറയാണ്. ആദില നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 1955 വോട്ടാണ് ആദില നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അവരാണ് ഇപ്പൊ നിലവിൽ 4ാം സ്ഥാനത്തുള്ളത്. അവരും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും 3ാം സ്ഥാനത്തേക്കോ 2ാം സ്ഥാനത്തേക്കോ ഒക്കെ വോട്ടിംഗിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിയ രീതിയിലുള്ള വോട്ടിംഗ് ഡിഫറൻസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി അവരുടെ പെർഫോമൻസിന് ബേസ് ചെയ്തിരിക്കും അവർ കിട്ടുന്ന വോട്ടും കാര്യങ്ങളൊക്കെ. അടുത്ത വോട്ടിംഗിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ്. ആര്യന് കിട്ടിയിരിക്കുന്ന വോട്ട് 1605 വോട്ടാണ് ആര്യന് കിട്ടിയിരിക്കുന്നത്. ആര്യനാണ് ഇപ്പൊ നിലവിൽ വോട്ടിംഗിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആര്യനും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മൂവ് വോട്ടിംഗിൽ നടത്താവുന്നതാണ്. കാരണം ചെറിയ ഡിഫറൻസ് മാത്രം തന്നെയാണ് ഈ എല്ലാ വോട്ടിംഗിൽ നിൽക്കുന്ന ആൾക്കാരുടെയും ആ ഒരു പൊസിഷനിൽ ചെറിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത്. അടുത്തത് വോട്ടിംഗിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിന്നിയാണ്. ബിന്നിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 1369 വോട്ടാണ് ബിന്നിക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് വോട്ടിംഗിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ്. നെവിന് കിട്ടിയിരിക്കുന്ന വോട്ട് 1089 വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത്. നെവിനാണ് ഇപ്പൊ നിലവിൽ വോട്ടിംഗിൽ 7ാം സ്ഥാനത്തുള്ളത്. നെവിൻ കഴിഞ്ഞ വീക്കിൽ വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ 7ാം സ്ഥാനത്തേക്ക് നെവിന് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു നല്ല മൂവ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഇപ്പോൾ ഹൗസിന്റെ ഉള്ളിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ വോട്ട് തന്നെയാണ് ഇപ്പൊ കിട്ടുന്നത്. അടുത്ത വോട്ടിംഗിൽ ചെറിയൊരു അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും നേരം ശരത്തായിരുന്നു 8ാം സ്ഥാനത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ശരത്തിനെ പിന്തള്ളി 8ാം സ്ഥാനത്തേക്ക് അക്ബർ കയറി വന്നിരിക്കുകയാണ്. അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് 989 വോട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത്. അക്ബറാണ് ഇപ്പൊ നിലവിൽ 8ാം സ്ഥാനം കീപ്പ് ചെയ്യുന്നത്. അടുത്തൊരു വോട്ടിൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശരത്താണ്. ശരത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട് 955 വോട്ടാണ് ശരത്തിന് കിട്ടിയിരിക്കുന്നത്. ശരത്താണ് ഇപ്പൊ നിലവിൽ 9ാം സ്ഥാനം കീപ്പ് ചെയ്യുന്നത്. ഇത്രയും നേരം ശരത്ത് അക്ബറിനെയും പിന്തള്ളി മുന്നിലായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വോട്ടിംഗിൽ ശരത്തിനെ പിന്തള്ളി അക്ബർ കയറി വന്നിരിക്കുകയാണ്. ശരത്താണ് ഇപ്പൊ നിലവിൽ 9ാം സ്ഥാനത്തുള്ളത്. എങ്കിലും ഇവർ തമ്മിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് വളരെ ചെറുതാണ്. ആര് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരാം. അടുത്തത് വോട്ടിംഗിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശൈത്യാണ്. ശൈത്യക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 692 വോട്ടാണ് ശൈത്യക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് വോട്ടിംഗിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ബിൻസിയാണ്. ബിൻസിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 667 വോട്ടാണ് ബിൻസിക്ക് കിട്ടിയിരിക്കുന്നത്. ശൈത്യയും ബിൻസിയും തമ്മിൽ ചെറിയൊരു വോട്ടിംഗ് ഡിഫറൻസ് തന്നെ ഉള്ളൂ. ഇവർ ആര് വേണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരാനുള്ള സാധ്യത അടുത്ത മണിക്കൂറുകളിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിലവിൽ വോട്ടിംഗ് നിലവാരം നിൽക്കുന്നത്. അപ്പോൾ വോട്ടിംഗിൽ ഇപ്പൊ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും അട്ടിമറികളും ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്രാവശ്യം 11 പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഈ 11 പേരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഹൗസിന്റെ ഉള്ളിൽ. അപ്പോൾ പ്രേക്ഷകർ ഇനി വരുന്ന എപ്പിസോഡുകൾ വിലയിരുത്തിയിട്ടായിരിക്കും വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് വേണമെന്നെങ്കിലും അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കാം. അപ്പോൾ അടുത്ത മണിക്കൂറുള്ള വോട്ടിങ്ങുകളുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൊടുത്ത് വെച്ചേക്കാം. പിന്നീട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആളുടെ പേരും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.